ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് യോഗവും സുരക്ഷാകാര്യ സമിതി യോഗവും പൂർത്തിയായി. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യോഗത്തിൽ വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നീക്കങ്ങളും പദ്ധതികളും സുരക്ഷാകാര്യ സമിതി യോഗത്തിൽ ചർച്ചയായി. അതിർത്തി കടന്നെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിച്ചു. പൂർണം കുമാർ ഷായനെയാണ് മോചിപ്പിച്ചത്. അട്ടാരി അതിർത്തി വഴി ജവാൻ ഇന്ത്യയിലെത്തിയതായി BSF സ്ഥിരീകരിച്ചു. എല്ലാ ചട്ടങ്ങളും പാലിച്ച് സമാധാനപരമായാണ് ജവാനെ കൈമാറിയതെന്ന് BSF പ്രസ്താവനയിൽ അറിയിച്ചു. അതിർത്തിയിൽ കർഷകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെയാണ് ജവാൻ പിടിയിലായത്. ഏപ്രിൽ 23-നായിരുന്നു സംഭവം. അതിർത്തിക്കും സീറോ ലൈനിനും ഇടയിലുള്ള മേഖലയിലായിരുന്നു ജവാൻ. കഠിനമായ ചൂട് താങ്ങാനാവാതെ സമീപത്തെ മരച്ചുവട്ടിലേക്ക് തണൽ തേടി നീങ്ങിയപ്പോഴാണ് രാജ്യാന്തര അതിർത്തി മുറിച്ച് കടന്നെന്ന പേരിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പാക് റേഞ്ചേഴ്സ് ഉദ്യോഗസ്ഥനെ ഇന്ത്യയും വിട്ടയച്ചു. ഇന്ത്യയുടെ മിസൈൽ ശക്തി വർദ്ധിപ്പിക്കാൻ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത അയൺ ഡോം വർഗാവസ്ത്ര പരീക്ഷണം വിജയകരം. കഴിഞ്ഞ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഗോൽപൂർ കടൽ മേഖലയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. 4 റോക്കറ്റുകളും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് നാവികസേന അറിയിച്ചു. സൈനിക മേധാവിമാർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. സംയുക്ത സൈനിക മേധാവിയും കര, നാവിക, വ്യോമസേന മേധാവിമാരുമാണ് രാഷ്ട്രപതിയെ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സൈനിക മേധാവിമാർ രാഷ്ട്രപതിയോട് വിശദീകരിച്ചു. സേനയുടെ ധീരതയും സമർപ്പണത്തെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വെടിവെപ്പുണ്ടായ പശ്ചാത്തലത്തിൽ ഭീകരന്റെ വിവരങ്ങൾ പുറത്തുവിട്ട സൈന്യം. കൊല്ലപ്പെട്ട 3ാമത്തെ ഭീകരന്റെ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഷോപ്പിയാൻ സ്വദേശി അമീർ അഹമ്മദ് ഥാർ എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ വീട് കഴിഞ്ഞ മാസം 26-ന് ജില്ലാ ഭരണകൂടം പൊളിച്ചിരുന്നു. ഷോപ്പിയാനിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ചൈനയ്ക്കും തുർക്കിക്കുമെതിരെ ഇന്ത്യയുടെ നടപടി. ചൈനീസ് മാധ്യമങ്ങളായ സിൻഹുവയ്ക്കും ഗ്ലോബൽ ടൈംസിനും ഇന്ത്യ വിലക്കേർപ്പെടുത്തി. ഇരു മാധ്യമങ്ങളുടെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ മരവിപ്പിച്ചു. അരുണാചൽ പ്രദേശിന്റെ പേര് മാറ്റവും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനുമാണ് നടപടി. വാർത്തകൾ പുറത്തുവിടും മുമ്പ് വസ്തുതകൾ പരിശോധിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടെന്നും പാക് വ്യോമസേന ഇന്ത്യയിൽ പലയിടത്തും ആക്രമണം നടത്തിയെന്നുമായിരുന്നു ചൈനീസ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. തുർക്കിയുടെ ഔദ്യോഗിക ചാനൽ TRTയുടെ എക്സ് അക്കൗണ്ടുകളും ഇന്ത്യ മരവിപ്പിച്ചു. പാകിസ്ഥാന് ആയുധ സഹായം നൽകിയതിനാണ് തുർക്കിക്കെതിരെ നടപടി. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ 3ാം കക്ഷി ഇടപെട്ടില്ലെന്ന ഇന്ത്യയുടെ വാദം തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാരം ആയുധമാക്കി തന്റെ ഭരണകൂടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയതെന്ന നിലപാട് ട്രംപ് ആവർത്തിച്ചു. സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറം യോഗത്തിൽ സംസാരിക്കെയാണ് ട്രംപിന്റെ പരാമർശം.